ഈ ഒരു ചോക്കോ മഫിന് കഴിക്കാനായിട്ട് രാത്രി 12 മണിയാണ് വരെ കാത്തിക്കുന്നതിനും. കാരണം എന്താ, എൻ്റെ ബർത്ത്ഡേ ആണ്. വീട്ടിലാരും ഇല്ല, ഞാൻ ഒറ്റക്കാണ്. ഹാപ്പി 25ാമത്തെ വയസ്സാണ്. പിന്നെ ജേണൽ എടുത്തു, എൻ്റെ എഴുത്തങ്ങ് തുടങ്ങി. മിഡിൽ ഓഫ് 20s. എന്തോ 25 വയസ്സായെന്ന് പറയാനായിട്ട് മനസ്സങ്ങ് അനുവദിക്കുന്നില്ല. ഇന്നലെ ഒരാളുണ്ടല്ലോ, ഞാൻ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ രാത്രി തന്നെ എത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മാൻ്റെ പപ്പൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് വന്നത് രാവിലെ 6 മണിക്ക്. അപ്പോൾ പിന്നെ കുറച്ചേരെങ്കിലും തെറ്റിയിരിക്കണ്ടേ. അതുകൊണ്ട് സോപ്പിടലിൻ്റെ പവർ കൊണ്ടാണോ അറിയില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷമിച്ചു കൊടുത്തിട്ടോ. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിപ്പോയി, അല്ലെങ്കിൽ കാണായിരുന്നു. പിന്നെ എൻ്റെ ഡാർലിങ് സ്നേഹനെ വിളിച്ച് വിഷ് ചെയ്തു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ബർത്ത്ഡേക്ക് സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ആരൊക്കെ എന്തൊക്കെ നമ്മളെക്കുറിച്ച് സ്റ്റോറി ഇട്ടില്ലെന്ന് നോക്കി. ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഞാനൊരു പൊട്ടത്തി തന്നെയല്ലേ. ഓഫീസിലെത്തിയപാട് സ്ക്രിപ്റ്റിൽ അത്യാവശ്യം എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് വൈകുന്നേരം 4 മണി. എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ബിരിയാണി കഴിക്കേണ്ടിന്ന് ഞാനാ വൈകുന്നേരം സൊമാറ്റോന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. പിന്നെ കേക്ക് ഇട്ടതിനൊരു പ്ലാൻ ഇടണം. അവന്മാരുടെ ഡ്രാമയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് റെഡിയായി. ഇനിയെങ്കിലും കുറച്ച് മെച്യൂരിറ്റിയോടെ ഒരു കുടുംബിനിയായിട്ട് മെച്യൂരിറ്റി. എന്ത് ഉപദേശം, ഇതല്ലേ അടിപൊളിയല്ലേ? 25 വയസ്സ് എനിക്ക് തരല്ല ഉപദേശം, മുതിർന്നവരെ ഉപദേശിക്കുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ സുബി വിത്ത് ലവ് വാട്ട് മേക്സ് മീ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. വാ 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 ആവതേക്കു പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഫൈസൽ പൂഞ്ചിൽ എനിക്ക് ഐസ്ക്രീം കേക്കൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടെടുക്കാൻ മറന്നു. ഓഫീസിൽ യൂസ് ചെയ്യാനായിട്ട് പുതിയ ബാഗ് മേടിക്കുന്ന കാര്യം ഞാൻ എന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുതിയ ബാഗൊക്കെ ഗിഫ്റ്റ് ചെയ്തു. അതുപോലെ ഒരു മിക്സി മേടിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചതായിരുന്നു, അതും എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. കുടുംബിനിയായി പ്രായമായി എന്നൊക്കെ തെളിയിക്കന്നെ അല്ലേ. എന്നാലും ബാഗ് കിട്ടിയതിനേക്കാളും എനിക്ക് സന്തോഷമായി മിക്സി കിട്ടിയപ്പോൾ. ഇനി എനിക്ക് വേണമെങ്കിൽ ഡ്രസ്സ് എടുത്തുതരാം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബൈക്കിൽ വെറുതെ കുറച്ച് ദൂരം കറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ഹാപ്പി മിഡിൽ ഓഫ് 20s.